ഗ്യാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് എരമല്ലൂർ മേൽത്തരം ഫർണിച്ചറുകളുടെ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും വലിയ ഷോറൂം സാനിയ തിയേറ്ററിന് എതിർവശം എരമല്ലൂർ. അവർ സിസ്റ്റർ കൺസൈൻ ഗ്രാൻഡ് ഫർണിച്ചർ മാർട്ട് എരമല്ലൂർ, ഗ്രാൻഡ് ഗാലക്സി തുറവൂർ. വർദ്ധിപ്പിച്ച ഭൂനികുതി പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് കർഷകർ തൊടുപുഴയിൽ ധർണ നടത്തി. ഭൂനികുതി കുത്തനെ ഉയർത്തിയത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തൊടുപുഴ അറക്കുളം വില്ലേജ് ഓഫീസിന് മുമ്പിൽ കർഷകർ ധർണ നടത്തി. 2012 ഒരു ആറിന് 1 രൂപയായിരുന്ന ഭൂനികുതി 12 രൂപ ആക്കി വർദ്ധിപ്പിച്ചത് തികച്ചും കർഷകദ്രോഹമാണ്. കാലാവസ്ഥാ വ്യതിയാനത്താലും ഭാരിച്ച കൃഷിച്ചെലവിനാലും കൂപ്പുകുത്തിയ ഉൽപ്പന്നങ്ങളുടെ വിലയാലും വന്യജീവികളുടെ ആക്രമണത്താലും കർഷകരുടെ ജീവിതം തീർത്തും ദുസ്സഹമായി മാറിയിരിക്കുകയാണെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. 2010 1 ലക്ഷം രൂപയായിരുന്ന ഭൂമിയുടെ താരിഫ് വില 290.40% വർദ്ധിപ്പിച്ചു. 1 ലക്ഷം രൂപയുടെ ഭൂമി കൈമാറ്റം ചെയ്യുമ്പോൾ 2010 10,000 രൂപ നികുതി അടയ്ക്കേണ്ടിയിരുന്നു. ഇന്ന് അതേ ഭൂമി കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ 29,040 രൂപ നികുതി അടയ്ക്കേണ്ടി വരുന്നു. അതിനാൽ ഭൂമിയുടെ ക്രയവിക്രയം അസാധ്യമായിരിക്കുന്ന സാഹചര്യമാണെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. അവർ പിടിച്ച് ജയിലിലിട്ടോട്ടെ, അതുപോലെ കൃഷിഭൂമിയിൽ ഇറങ്ങുന്ന ഒരു വന്യജീവിയെ പോലും തിരികെ വിടരുതെന്ന് നമ്മൾ ആവശ്യപ്പെടുമെന്ന് നമ്മൾ പ്രവർത്തിച്ചു കാണിക്കും. അതുകൊണ്ട് കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന ഏതൊരു വന്യജീവിയെയും കൊന്നതിന് ശേഷം അറക്കുളം കർഷക കൂട്ടായ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞാൽ 1000 രൂപ ഞങ്ങൾ കൊടുത്തിരിക്കും. അത് നമ്മുടെ ഒരു വാഗ്ദാനമാണ്. കാരണം ഇങ്ങനെയല്ലാതെ നമുക്ക് ജീവിക്കുവാൻ പറ്റില്ല, ഇങ്ങനെയല്ലാതെ നമുക്കൊരു പരിഹാരം ഉണ്ടാകില്ല. എന്തുകൊണ്ടാണ് കപ്പയിടയിൽ നിർത്തി കാട്ടുപന്നി, മുള്ളംപന്നി ഇവിടെയെല്ലാം ശല്യം കാരണം നമുക്ക് ജീവിക്കാൻ പറ്റില്ല. കാട്ടാന കയറിയെന്ന് അതിങ്ങുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഒരാവശ്യം സർക്കാരിന് മുമ്പിൽ വെക്കുകയാണ്. വന്യജീവികളുടെ ആക്രമണത്തിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഇന്നത്തെ 10 ലക്ഷം രൂപ അവർ വീട്ടിൽ കൊണ്ടുപോകട്ടെ, നമുക്ക് 1 കോടി രൂപയിൽ കുറഞ്ഞ് സംഭവിക്കില്ല. അതായത് ഒരു ജീവന് വില വയ്ക്കുവാനുള്ള അവകാശം അവർക്കില്ല. എങ്കിലും ഈ ജീവനെ കർഷകരുടെ ജീവനെ വില വയ്ക്കാൻ കഴിയാത്തതാണെന്ന് പ്രഖ്യാപിക്കുന്നത്. വനം വന്യജീവികൾക്ക് കൃഷിയിടം കർഷകന് ജീവന് ഭീഷണിയാവുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്ന വന്യജീവികളെ പൂർണ്ണമായും നശിപ്പിച്ച് ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കണം. വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നവരുടെ ആശ്രിതർക്ക് 1 കോടി രൂപയെങ്കിലും നഷ്ടപരിഹാരം നൽകണം. വന്യജീവികൾ നശിപ്പിക്കുന്ന ഓരോ സെന്റിലെയും കാർഷിക വിളകൾക്ക് 10,000 രൂപ ഉറപ്പാക്കണം. റബ്ബറിന് തറവില 450 ആക്കുക. കാർഷിക വായ്പകളും കർഷകരുടെ മക്കളുടെ വിദ്യാഭ്യാസ വായ്പ പലിശരഹിതമാക്കുക. കാർബൺ ക്രെഡിറ്റ് ഫണ്ട് കർഷകർക്ക് ലഭ്യമാക്കുക. കാർഷിക വിളകൾക്ക് ഉൽപാദന ചെലവിന് ആനുപാതികമായി വില പ്രഖ്യാപിക്കുക. 60 കഴിഞ്ഞ എല്ലാ ഗ്രാമവാസികൾക്കും 10,000 രൂപ പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിച്ചു. വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണയിൽ മൈക്കിൾ പുരയിടം, ജെയ്സൺ കുന്നുംപുറത്ത്, ജോസഫ് പരവുംപറമ്പിൽ, തങ്കച്ചൻ പെരുമാമ്പള്ളിയിൽ, ടോമി പുളിയന്മാക്കൽ, ജോസഫ് ഓലിക്കൽ, സന്തോഷ് കുളമാവ്, ജോമോൻ മൈലാട്ടൂർ, ജോയി കുളത്തിനാൽ, ബേബിച്ചൻ മുതുപ്ലാക്കൽ, സാബു മണ്ണൂർ, ബെന്നി വെച്ചൂർ, റോണി കുളത്തിനാൽ, ദേവസ്യച്ചൻ റോയി, ജോയി കാലായിൽ, ഷൺമുഖൻ റോയി, കാഞ്ഞിരക്കാട്ടുകുന്നിൽ, ഫിലിപ്പ് നെല്ലുംകുഴിയിൽ, മാത്തുക്കുട്ടി മഞ്ഞക്കുന്നൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. എല്ലാവർക്കും അറിയാം അതിനെപ്പറ്റി. അതിൻ്റെ ഗൗരവം എന്താണെന്ന് ഇനി നിങ്ങൾ മനസ്സിലാക്കില്ല. പക്ഷേ അതിർത്തിയായിരുന്നു പങ്കിടുന്നത്. അറക്കുളം പഞ്ചായത്തിൻ്റെ അതിർത്തിയായിരുന്നു ഇടുക്കി വൈൽഡ് ലൈഫ് സാങ്ച്വറി പങ്കിടുന്നത്. അതിനോട് ചേർന്ന് കിടക്കുന്ന ഈ 1000 ഏക്കർ, അതായത് 400 സംതിങ് ഹെക്ടർ പുൽമേടുകളും അതിനോട് ചേർന്ന് ധാരാളം ചെറുവനങ്ങളും അതുപോലെ തന്നെ തൊടുപുഴ റേഞ്ചിൻ്റെ ഈ പൊട്ടുവനം ഭാഗത്തുള്ള പുൽമേടുകളും എല്ലാം കൂടി ചേർന്ന് ഏതായാലും 2000 ഏക്കറോളം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.